അള്ളാഹ് പറയുന്നുണ്ട്, പരീക്ഷണമില്ലാത്ത ഇസ്ലാമില്ല കൂട്ടരെ, പരീക്ഷണമില്ലാത്തവന് സ്വർഗമില്ലെന്നറിയണം സഹോദരങ്ങളെ. പരീക്ഷണത്തിന്റെ സമ്മാനമാണ് സ്വർഗം. അതത്രയും വിശാലമാണ്, അത്ര അനുഗ്രഹീതമാണ്. മിനിമം ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന സ്വർഗം ഈ ഭൂമിയുടെ 10 മടങ്ങല്ലേ. ഒരു സ്വർഗവാസിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗം എത്രയാ? ഉണ്ടല്ലോ കയ്യില് ആവശ്യം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യന്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥങ്ങളാ, അതുപോലത്തെ 20,000 കോടി ഗാലക്സികളാ. ഇതൊക്കെ എന്തിനാ പടച്ചിട്ടിരിക്കുന്നെന്ന് പറയാൻ ഒരുത്തനും അറിയില്ല. ഇതൊക്കെ എന്തിനാ? ഭൂമി അതൊക്കെ അത് നമുക്ക് ജീവിക്കാനാ. പക്ഷെ ഈ പടയ്ക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചങ്ങളൊക്കെ എന്തിനാന്ന് ആർക്കും അറിയില്ല. 14 നൂറ്റാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, മിനിമം മുഅ്മിനിന് അല്ലാഹ് കൊടുക്കുന്ന സ്വർഗത്തിന് ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മിനിമം. നഷ്ടമുണ്ടോ? ഇനി മരിച്ചാലെന്താ? ഷഹീദായാലെന്താ? നീ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയാലെന്താ? അല്ലാഹ് കാക്കട്ടെ. ഡിറ്റൻഷൻ ക്യാമ്പിൽ പോയാ എന്താ? അതിന്റെ പേരിൽ കിട്ടാൻ പോകുന്നത് 10 സെന്റ് അല്ല, 1 ഏക്കറല്ല, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ തോട്ടമല്ല. ഈ മഹാഭൂമിയുടെ, ഈ സമുദ്രങ്ങൾ അലറി വിളിക്കുന്ന, അലമാലകൾ അലറി വിളിക്കുന്ന സമുദ്രങ്ങളുള്ള ഭൂമിയുടെ, അമ്പിളി അമ്മാവനോടക്കം പറയുന്ന ഹിമാലയം 80 കിലോമീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ഭൂമിയുടെ, അതുപോലെ തന്നെ സഹാറ പോലുള്ള 100 കണക്കിന് 1000 കിലോമീറ്റർ പരന്നു കിടക്കുന്ന സമതലങ്ങളുള്ള ഈ മഹാഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കുറഞ്ഞ പക്ഷം ഒരു മുസ്ലിമിന് ഞാൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, സ്വർഗത്തിന് ഒരു പരീക്ഷ ഉണ്ട് ഇവിടെ. ആ സ്വർഗത്തിന്റെ പരീക്ഷയിലാണ് മുസൽമാൻ. ആ മുസൽമാൻ അള്ളാഹ് അനുഗ്രഹം കൊടുത്തു. എവിടേക്കാ അനുഗ്രഹം കൊടുത്തേ? ഇവിടെ കേരളത്തിന്റെ കഥ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷണം അനുഭവിക്കുന്ന എല്ലാ രാജ്യത്തും അള്ളാഹു തആല അനുഗ്രഹം. കാശ്മീരിൽ കൊടുത്തില്ലേ? സൗന്ദര്യം, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ പഴങ്ങൾ, ഏറ്റവും നല്ല സൗന്ദര്യം, നല്ല യോഗ്യതകളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ കാശ്മീരിന്റെ ഇന്നലകളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അവർ ആ അനുഗ്രഹങ്ങളോട് വേണ്ട വിധം നന്ദി ചെയ്തില്ല. കാശ്മീർ എന്നൊരു പീഡന പർവ്വമാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഓർത്ത് നോക്കുക. ഫലസ്തീൻ ലോകത്തെ ഏറ്റവും സുന്ദരന്മാരാണ്. ഫലസ്തീന്റെ മണ്ണിന്ന് ലോക ഭൂപടത്തിൽ നിന്നവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ജൂതന്റെ സെറ്റിൽമെന്റ് നടക്കുന്ന പ്രദേശം പോയി കണ്ടവനാണ് ഞാൻ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശത്താണ് അല്ലാഹു അവരെ താമസിപ്പിച്ചത്. അവർക്ക് അല്ലാഹു തആല ഈമാൻ കൊടുത്തവരായിരുന്നു, സൗന്ദര്യം കൊടുത്തവരായിരുന്നു, സമ്പത്ത് കൊടുത്തവരായിരുന്നു. ലോകത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ സമൂഹവും അവരായിരുന്നു, ഭൗതിക വിദ്യ. പക്ഷേ പ്രവാചകന്റെ ആ മക്കൾ അള്ളാഹുവിനെ മറന്നുപോയതിന്റെ ഫലമായി അവരിന്ന് അനുഭവിക്കുന്ന അദാബല്ലേ. ഇറാഖ് അനുഗ്രഹം കൊടുത്ത് പരീക്ഷിച്ചില്ല. എവിടെയെങ്കിലും അനുഗ്രഹം കൊടുക്കാതിരുന്നോ? ഇറാഖ് എത്ര സുഖസമൃദ്ധമായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാ രാജ തഥാ പ്രജ, ഭരണാധികാരിയും ഭരണീയരും ഒന്നുപോലെ. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ നഹ്നു നത്റുകു ഹാദൽ കിതാബ്, ഈ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനിത് വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. സദ്ദാമിനൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവസാനം ഈമാനോട് മരിച്ചു, സ്വർഗം കിട്ടി, അൽഹംദുലില്ലാ. അതാണ് വബലൗനാഹും, നന്മ കൊടുത്ത് അള്ളാഹ് പരീക്ഷിച്ചപ്പോൾ നഹ്നു നത്റുകു ഹാദൽ കിതാബ് എന്ന് പറഞ്ഞ് തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ ബഅ്ത്ത് പാർട്ടി കെട്ടിപ്പടുത്ത് അള്ളയെ തള്ളിപ്പറഞ്ഞ് നാടൊട്ടുക്കും തന്റെ പ്രതിമകൾ സ്ഥാപിച്ച അനിസ്ലാമികമായ തേർവാഴ്ച നടത്തിയ സദ്ദാം ഹുസൈൻ ഇറാഖി ജനത വെറുതെ അനുഭവിക്കാന്ന് വിചാരിച്ച അല്ലാഹു തആല അവർക്ക് അനുഗ്രഹങ്ങളുടെ കാനത്ത് ഖറിയത്തൻ ആമിനത്തൻ മുത്മഇന്ന, സുഖസമൃദ്ധമായ നിർഭീതമായ ശാന്തമായ ഒരു ജീവിതം കൊടുക്കാത്ത ഒരു നാടും ഇസ്ലാമിക ലോകത്തില്ല. ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നാടുകൾ എല്ലാവർക്കും കൊടുത്തു. അല്ലാഹ് ഗൾഫ് മൊത്തം എടുത്തോ? ഗൾഫിന് അല്ലാഹ് കൊടുത്തതെന്താ? ഗൾഫിന് വലിയ, ഇപ്പൊ ഇറാനിലാകട്ടെ, ഇറാഖിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, യമനിലാകട്ടെ, മറ്റെവിടെയും ആയിക്കൊള്ളട്ടെ, പേര് പറയാൻ അറിയാവുന്നതും അറിയാത്തതുമായ മുഴുവൻ ഗൾഫ് നാടുകൾക്കും അല്ലാഹു തആല ഈ പരീക്ഷണത്തോടും തൊട്ടു മുമ്പ് കൊടുത്തത് വബലൗനാഹും ബിൽ ഹസന, നന്മയുടെ പരീക്ഷണം, നന്മയുടെ സുഭിക്ഷതയുടെ പരീക്ഷണമാണ്. ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്നും കേരളത്തിൽ നടക്കം മുസ്ലിം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം അറബികളുടെ അടിമ വേലക്കാരായി ഈ രാജ്യത്ത് നിന്ന് ഒഴുകിപ്പോയില്ലേ? എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തത് കൊണ്ട്.
ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന്, ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന് നരകയാതന അനുഭവിക്കുന്നതല്ലേ? അല്ലേ സഹോദരന്മാരെ? അല്ലേ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിച്ചോ? അവർ കിട്ടിയ സുഖസൗകര്യാദികളുടെ പറുദീസകളിൽ അവരിങ്ങനെ മതിച്ചു പുളയ്ക്കുകയല്ലേ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അവർക്ക് അടുത്ത പരീക്ഷണത്തിലാണ്. ഈ പരീക്ഷണം അവർക്ക് നഷ്ടമല്ല, ഈ പരീക്ഷണം അവർക്ക് ലാഭമാണ്. കാരണം അനുഗ്രഹത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിഷമമാണ്, ദോഷത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ എളുപ്പമാണ്. നന്മ കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സംശയം വരുമായിരുന്നു. പക്ഷേ അല്ല പറയുകയാ, ചീത്ത കൊണ്ട് നന്മ തന്നിട്ട് നിങ്ങൾ വിജയിച്ചില്ലെന്ന് കണ്ടാൽ ചീത്ത തന്ന് നിങ്ങളെ നാം പരീക്ഷിക്കും കേട്ടോ. സംശയം വേണ്ട. കേരളത്തിൽ, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഭയരഹിതമായ സന്തോഷമുള്ള ജീവിതത്തിന്റെ എല്ലാ സുഖ കാലാവസ്ഥയും തന്നു. പക്ഷെ നമുക്ക് അള്ളാഹോ അവന്റെ ദീനോ ഒന്നും പ്രശ്നമല്ലായിരുന്നു. നേരത്തെ ഇവിടെ പറയുണ്ടായി നമ്മുടെ നേരെ വന്ന NRCക്ക് മുമ്പ് നമ്മുടെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നല്ലോ. എന്തെങ്കിലും അന്ന് നമ്മൾ ഇളകിയോ? നമ്മൾ ചലിച്ചോ? നമ്മുടെ സുഖജീവിതത്തിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതിന്റെ പേരില് നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം പരിപാടികൾ നടത്തിക്കൊണ്ടുപോകും. നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ചു, അല്ലേ? നമ്മള് ഇതിനെതിരെ പ്രതിഷേധിക്കണമല്ലോ, ഉടനെ നമ്മൾ ഇറങ്ങി പാടുംപൊളി എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ 25 കൊല്ലം നമ്മൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു. എല്ലാം കോടതിയെ ഏൽപ്പിച്ചിട്ട് നമ്മള് ഒളിച്ച് വഴിമാറി നടന്നു. അവസാനം കോടതി കണ്ടു ഇവർക്കിതൊന്നും പ്രശ്നമല്ല എന്ന് വിധി പറഞ്ഞു. വിധി പറഞ്ഞപ്പോഴോ ഏറ്റവും ഹീനമായ വിധി, ഒരു നീതിക്കും ചേരാത്ത വിധി, ഒരു ലോജിക്കിനും ചേരാത്ത വിധി. എന്നിട്ടും നമ്മൾ ഇത് തെറ്റാണെന്ന് പറയാൻ പോലും കഴിയാതെ ജീവിത കൊതിയുമായി പേടിച്ച് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു, അല്ലേ? ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ 3 ദിവസത്തേക്ക് കേരളത്തില് ഒരു ശബ്ദം പോലും മുസ്ലിമീങ്ങളുടെ നാക്കിയെന്ന് പുറത്തു വന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു. 2-3 ദിവസത്തേക്ക് മുസ്ലിം സംഘടനകൾ മിണ്ടില്ല. കാരണം എന്താ? വല്ലതും പറഞ്ഞാൽ വല്ലവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? കോടതി വിധിച്ചല്ലേ. അനീതി ആര് ചെയ്താലും അനീതിയാണെന്ന് പറയേണ്ട ബാധ്യതയുള്ള ഒരു സമുദായമല്ലേ നമ്മള്? ആര് ചെയ്താലും അനീതി എന്ന് പറയേണ്ടതില്ലേ? ആരക്രമം ചെയ്താലും അക്രമം എന്ന് പറയേണ്ടതില്ലേ? അപ്പൊ അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചു നടന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്നതിന്റെ സൂചന. സുഖകരമായി ജീവിച്ചപ്പോൾ നമുക്ക് മുമ്പിൽ പലവട്ടം അല്ലാഹ് കൊണ്ടുതന്നതല്ലേ? കൊണ്ടുതന്നില്ലേ? മുത്തലാഖിന്റെ നേരെ കൈവച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? മുത്തലാഖിൽ നിന്ന് മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനല്ലെന്ന് മനസ്സിലായതല്ലേ? നമ്മൾ മിണ്ടിയോ? വിധി വന്നപ്പോ മിണ്ടിയോ? തെറ്റാന്ന് പറഞ്ഞോ? ഈ ഇളക്കം നമ്മൾ കാട്ടിയോ? ഇതെന്തിനാണ്? സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ തന്റെ വീട്ടിലൊന്ന് ചേർത്ത് നിർത്താനോ ഒരു കരസ്പർശം നൽകാനോ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രി മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ നമ്മൾ അന്ധമായി വിശ്വസിച്ചില്ലേ? നമ്മൾ മിണ്ടാതെ നടന്നില്ലേ? നമ്മളെ അല്ലാഹ് പരീക്ഷിക്കുകയായിരുന്നു. നമുക്ക് ആദർശബോധമുണ്ടോ? സത്യത്തിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറുണ്ടോ? നീതിയുടെ പക്ഷത്ത് നാം നിലയുറപ്പിക്കുമോ? സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞപ്പോ വന്ന് അവസാനം നോട്ട് നിരോധിച്ചപ്പോ മുസ്ലിമിനെ മാത്രം ബാധിച്ചല്ലോ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുകയല്ലായിരുന്നു. ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ക്യൂവിൽ നിർത്തിയ പോലെ ഒരു പീഡനം വന്നപ്പോൾ അത് മുസ്ലിം പ്രശ്നമല്ലായിരുന്നു. പക്ഷെ മുസ്ലിമായ നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നില്ലേ? ഇനിയിപ്പോ അത് തന്നെ. അന്നും പ്രതികരിച്ചില്ല. അന്നും നമ്മൾ നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചില്ല. നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണ്, നിങ്ങളെ നാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ അയച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ പെർഫോമൻസ് ഇവിടെ എല്ലാം മോശമായി, അല്ലേ? അപ്പൊ എന്ത് വേണ്ടു? നോട്ട് നിരോധനത്തിൽ നമ്മൾ ക്യൂ നിന്നതുപോലെ ഇനി നമ്മൾ NRC പൗരത്വം തെളിയിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. പോയിട്ട് എന്തോരം ക്യൂ നിന്നാ മതിയാവും? നിങ്ങൾക്ക് അറിയാവോ? വാപ്പാടെ 1951 വാപ്പയും ഉമ്മയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. ആ കൊണ്ടേ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് നമുക്കറിയാലോ, അല്ലേ? ഒരു ആധാറിന് വേണ്ടി നമ്മൾ എന്തോരം കയറി ഇറങ്ങുകയാണെന്നൊന്ന്
ഇനി നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത രേഖ വേണമെന്നാവശ്യപ്പെടുന്ന പരീക്ഷണം വരുമ്പോൾ നമ്മൾ എത്രമാത്രം കയറി ഇറങ്ങേണ്ടി വരും. ഇതിനു മുമ്പേ ചലിക്കേണ്ട നാം, ഇളകേണ്ട നാം അനുഗ്രഹത്തിന്റെ ആനന്ദത്തിൽ അഭിരമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തില്ല. അള്ളാഹ് എന്ത് ചെയ്തു? അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു തആലയുടെ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിച്ചപ്പോൾ പേടിയുടെയും വിശപ്പിന്റെയും ഉടയാട അള്ളാഹു ധരിപ്പിച്ചെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് അനുഭവിക്കാം. പേടി. എല്ലാവരും ചോദിക്കുക, എന്ത് ചെയ്യും ഉസ്താദ്, എന്തെങ്കിലും ഉണ്ടോ പരിഹാരം? എല്ലാ ദിവസവും കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നാ. എന്തെങ്കിലും പരിഹാരം. ഞാൻ പറഞ്ഞു, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാം, അവർക്ക് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അല്ല നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കാം, അവർക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയട്ടെ. അല്ല നമുക്ക് മുസ്ലിം ലീഗിനോട് ചോദിക്കാം, അല്ലെ നമുക്ക് PDP യോട് ചോദിക്കാം. ആരുടെയും സൊല്യൂഷൻ ഒന്നുമില്ല. പ്രതിഷേധിക്കുന്നുണ്ടല്ലോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അതന്നെ നല്ല കാര്യം അല്ലേ? ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്താ? നമ്മുടെ കൂടെ നടക്കുകയും കുതികാല് ചവിട്ടുകയും ചെയ്യുന്നവരാരാണെന്ന് തിരിച്ചറിയാനും അല്ലാഹു തആല നമുക്ക് അവസരം തന്നു അല്ലേ? അങ്ങനെ ഉണ്ടൊരു വിഭാഗം. പക്ഷേ നമ്മൾ ഒപ്പമാണെന്ന് പോലും വിചാരിക്കാതിരുന്നിട്ടും നിങ്ങളുടെ ഒരു ജീവൻ മരണ പ്രതിസന്ധി വന്നപ്പോൾ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിലെ മതജാതി വ്യത്യാസമില്ലാത്ത ജനത നമ്മളോടൊപ്പം നിന്നത് നമ്മൾ കണ്ടു അല്ലേ? അത് അല്ലാഹു തആല നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്ത് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒരന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഈ പരീക്ഷണം കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നടപടികളുടെ നേരെ ആർക്കും മിണ്ടിക്കൂടാ, പ്രതിഷേധിച്ചുകൂടാ എന്ന ഒരു അന്തരീക്ഷത്തിൽ, ഒരു ഭീതിയുടെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു അല്ലെ? ഒന്നിനോടും ആരും മിണ്ടിക്കൂടാ. മിണ്ടിയാൽ എന്തോ സംഭവിക്കും. എല്ലാരും ഭയന്ന് വിറച്ചു നിന്നിരുന്നു, ഭയവിഹ്വലരായിരുന്നു. അല്ലാഹു തആല എന്ത് ചെയ്തു? ഇന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും നരേന്ദ്രമോദിയെയും അമിത്ഷയെയും വിമർശിക്കാൻ യാതൊരു ഭയപ്പാടും ഇല്ലാത്ത വിധത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം മാറ്റി തീർത്തു അല്ലെ? പച്ചയ്ക്ക് പറയാ. പലർക്കും പേടിയുണ്ടോ? ആണുങ്ങൾ മടിച്ചു നിന്നിടത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന, ഡൽഹിയിലും ജാമിയ മില്ലിയയിലും ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ പോലും അമിത്ഷായുടെയും യോഗിയുടെയും പോലീസിന്റെ വിരൽ ചൂണ്ടി, വിരൽ മുനയിൽ, വിരൽ തുമ്പിൽ പോലീസിന് നിർത്തുന്ന വിധത്തിൽ തന്റെ ഇടം ആർജിച്ചു അല്ലേ? ഇത് തന്നെയാ ഉമ്മത്തിന് വേണ്ടത്. ഈ തന്റെ ഇടം. ഇതുവരെ പേടിയായിരുന്നു. ബാബരി മസ്ജിദ് പൊളിഞ്ഞാലും വേണ്ടില്ല, ബാബരി മസ്ജിദ് പൊളിച്ചവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും വേണ്ടില്ല, മുത്തലാഖ് നടത്തിയാലും വേണ്ടില്ല, വല്ലതും മിണ്ടിയ വല്ലതും സംഭവിക്കുവോ? പേടിയായിരുന്നു. പേടി. ഒരു IAS ഓഫീസറായിരുന്ന ആള് പിന്നെ MLA ആയി, ഇപ്പൊ വേറെ എടുത്താ. അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് പലപ്പോഴും വർത്താനം പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ സ്വകാര്യ സംഭാഷണം, ആളെ ഞാൻ പറയാത്തത് സ്വകാര്യം പറഞ്ഞാൽ അതിന്റെ പേരില്ല. മതം ഒന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം തന്നെയാണെന്ന് എനിക്കറിയാം മൗലവിന്ന്. പക്ഷെ വിശ്വസിക്കൂല. കാരണം എന്താ? ലൗലൽ മലാമ, ആളുകൾ ആക്ഷേപിക്കും. അവ ഹിസാറു മസബത്തി, മതം മാറിപ്പോയവനാണെന്ന് ആളുകൾ പറയും. ഇത്രേ ഉള്ളൂ. ഇന്നലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു MLA, അയാൾ പറഞ്ഞു, സത്യത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറിയാൽ, ഞാൻ ഇപ്പോൾ ഉള്ള മതത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, മാറിയാൽ ഇസ്ലാമിലേക്ക് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാരും പറയുന്നവരാ. പക്ഷേ ഈ മാറാൻ ആഗ്രഹിക്കുന്നവരെങ്ങാനും മാറിയാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് മോഡി മുസ്ലിമീങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിലേക്ക് പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ ഉള്ളിൽ ഈ ഒരു പറ്റം ഇബിലീസിയൻ ശക്തികൾ ഒഴികെ അത് ലോകത്ത് ഇല്ലാതാവും. നമ്മൾ ആരും ആഗ്രഹിക്കണ്ട കേട്ടോ. ഇബിലീസ് ലോകത്ത് ഇല്ലാതാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇബിലീസിന്റെ ശക്തികളായ ട്രംപ് ഇല്ലാതാകൂല. ഇബിലീസിന്റെ ആളായ നെതന്യാഹു ഇല്ലാതാകുവോ? ഇബിലീസിന്റെ ആള് മോഡി ഇല്ലാതാകുവോ? ഉണ്ട്. ഇബിലീസിന്റെ ശക്തി ഇസ്ലാമും തമ്മിൽ എന്നും പോരാട്ടത്തില. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നടന്നോട്ടെ. ദേ ഇബിലീസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കണ്ടല്ലോ. ഇബിലീസിനെ വിട്ടിട്ട് ആദമിനെ വിട്ട് ഇങ്ങോട്ട് ഉണ്ട്. ഇബിലീസ് ഇവിടെ ഉണ്ട്.
ഇബ്ലീസിന് അനുയായികളുണ്ട്. അത് എണ്ണത്തിൽ അത്ര കുറവൊന്നുമല്ല. എല്ലാ കാലത്തും പ്രവാചകന്മാർ പൊരുതിയത് ഈ ഇബ്ലീസിയൻ ശക്തികളോടാണ്. വിജയിച്ചതും അവർ തന്നെയാണ്. ഇന്ന ഖാറൂന കാന ഇന്ന ഫിർഔന അലാ ഫിൽ അർളി. ഫറോവ മൂസ നബിയോട് പൊരുതിയില്ലേ? ഇബ്ലീസിന്റെ പ്രതിനിധിയായ ഫിർഔൻ ഇന്ന് ഈജിപ്തിലെ റോയൽ മ്യൂസിയത്തിൽ ഒരു വിറക് കൊള്ളിയെ പോലെ ഉണങ്ങി വെറുങ്ങലിച്ചു കിടക്കുന്ന ഫിർഔൻ ഞാൻ കണ്ടതാണ്. ആരാ? ഇബ്ലീസിന് വേണ്ടി പിണിയാളായി പ്രവർത്തിച്ച ലോക ചരിത്രത്തിലെ കിങ്കരന്മാരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോ പറയുന്ന ഒരുത്തനാണ് ഫിർഔൻ. ആ ഫിർഔൻ അലാ ഫിൽ അർളി, അവൻ ഭൂമിയിൽ ലോക പോലീസായി ചമഞ്ഞു. അലാ ഫിൽ അർൾ, അവൻ ലോക പോലീസാന്ന് പറഞ്ഞു. ഫിർഔൻ അന്ന് ഞാനാണ് ലോക പോലീസ്. ട്രംപും ഫിർഔനും തുല്യാണ് ലോക പോലീസ്. ഞാനാണ് ലോകം ഭരിക്കുന്നവൻ. അതുകൊണ്ട് എന്റെ തീട്ടൂരം നിങ്ങൾ കേട്ടോണം. അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅ, അവന്റെ ഭരണനയം ഡിവൈഡ് ആൻഡ് റൂളായിരുന്നു. ഖുർആൻ വളരെ പച്ചയായി ഇതിങ്ങനെ തന്നെ പറഞ്ഞു തരണം. അവൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ബ്രിട്ടീഷ് ശക്തികൾ ഇബ്ലീസിന്റെ ശക്തികളാണ്. അവർ ഭിന്നിപ്പിച്ച് ഭരിച്ചു. ഡിവൈഡ് ആൻഡ് റൂള്. ട്രംപ് ഡിവൈഡ് ആൻഡ് റൂളാണ്. ഇബ്ലീസിന്റെ ശക്തിയാണ്. ഇബ്ലീസിന്റെ ശക്തിയാണ്. മോഡി ഇബ്ലീസിന്റെ ആളാണ്. മോഡി ഇബ്ലീസിന്റെ ആളാണ്. വേറെ കാര്യമൊന്നുമില്ല. ഇബ്ലീസിന്റെ ആൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇബ്ലീസ് മരിച്ചു പോയിട്ടില്ല. ഇബ്ലീസിന്റെ അനുയായികളും മരിച്ചു പോകില്ല. അത് ലക്ഷങ്ങളും കോടികളും ഉണ്ടാകും. പക്ഷെ ഇബ്ലീസ് വിജയിക്കില്ല. അന്തിമമായി ഇബ്ലീസിന്റെ അനുയായികളും വിജയിക്കില്ല. കാരണം എന്താണ്? ലോക പോലീസായ ചമഞ്ച ഫറോവ, ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ച ഫറോവ, മിന്നും ഒരു മതവിഭാഗത്തെ അടിച്ചമർത്തിയ ഫറോവ. ഖുർആനിൽ അല്ലാഹു തആല ഫിർഔന്റെ സ്വഭാവങ്ങൾ പറയാം. അത് തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ ആൺകുട്ടികളെ അറുകല ചെയ്ത ഫറോവ, ഹാഫിള് ജുനൈദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന, ആ മാടുമായി പോയി എന്ന് പറഞ്ഞ് ജാർഖണ്ഡിൽ 13 വയസ്സുള്ള ഒരു ബാലനെ മോബ് ലിഞ്ചിങ്ങിലൂടെ ആൾക്കൂട്ടം തല്ലിച്ചതച്ച് മരത്തിൽ കെട്ടിക്കുതുക്കിയ, അങ്ങനെ ആൺകുട്ടികളെ മുഹമ്മദ് അഖ്ലാഖിനെ അടക്കം ആണുങ്ങളെയും ആൺകുട്ടികളെയും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ കയറി ചെന്നിട്ട് മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ആൺകുട്ടികളെ തല്ലിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയും ഉണ്ട്. തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിയൻ ശക്തി, ഫിർഔന്റെ ശക്തി അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തി. അവർ കൊല്ലുമായിരുന്നു. വയസ്തഹിയ നിസാഅഹും, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാൻ, അവരെ മാനഭംഗപ്പെടുത്താൻ. വയസ്തഹിയ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ കലാപകാരിയായിരുന്നു. ഇതൊക്കെ മിടുക്കല്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഭരണാധികാരി കാണിച്ച അവനെന്തോ വലിയ ഹീറോ ആണെന്നാ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അല്ലാഹു പറയാ അവൻ ഹീറോ അല്ല, അവൻ കലാപകാരിയാണ്. കലാപകാരികൾ കുറെ കാലം അങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഹിറ്റ്ലർ ഹീറോ അല്ലല്ലോ, സീറോ അല്ലേ? അവൻ കലാപകാരിയായിരുന്നില്ലേ? 60 ലക്ഷം ജൂതന്മാരെ വറുത്തെടുത്തില്ലേ? കടല വറുക്കും പോലെ ഗ്യാസ് ചേമ്പറിൽ. ഹിറ്റ്ലർ സ്വന്തം തിരുനെറ്റിയിൽ നിറയൊഴിച്ച് ചത്തില്ലേ? മുസോളിനി, ഇവർ പ്രചോദനം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരല്ല. ആ മുസോളിനിയെ നടുറോട്ടിൽ ജനം തല്ലിക്കൊന്നില്ലേ? ഇറ്റലി എത്രയോ കാലം അടക്കി ഭരിച്ചത് മുസോളിനിയല്ലേ? ജർമ്മനി എത്രയോ കാലം അടക്കി ഭരിച്ചത് ഹിറ്റ്ലർ അല്ലേ? അധികാരമെല്ലാ ഇബ്ലീസിന്റെ ശക്തികൾക്കും അനുയായികൾക്കും അള്ളാഹു ഒരു കാലം കൊടുക്കാറുണ്ട്. ഉറപ്പാ. അതിവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് കാണുമ്പോ ഇസ്ലാമിന് പീഡനമാണ്, ഇത് പരീക്ഷണമാണ് എന്നൊക്കെ പറയുന്നത് എന്തോ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും ABC കൊണ്ട് അറിയാൻ പാടില്ലാത്തതിന്റെ പേരില്ല. അല്ലാഹു തആല പറയാ, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി. അവൻ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നാം തീരുമാനിക്കുന്നുണ്ടായിരുന്നു എന്ത്? അല്ലാഹു പറയാണ്, ഈ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനം അരങ്ങേറിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ, ലോകത്ത്. എന്ത്? ലോകം ഇസ്ലാമിന് കീഴടങ്ങാൻ പോകുന്നു. അതാണ് ട്രംപിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന വിരളി പിടിക്കുന്നത്. അതാണ് പ്രശ്നം. ഇന്ത്യയിലും അത് സംഭവിക്കാൻ പോവുകയാണ്. പറയുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് അധികാരം, അവർക്ക് ഉപകാരം, അനുഗ്രഹം ചെയ്യണമെന്ന് നാം അപ്പോൾ തന്നെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം, ലോകത്തേതെങ്കിലും ഒരു ജനവിഭാഗം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ അവർ രക്ഷപ്പെട്ടു എന്ന് തീരുമാനിച്ചോ? അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗവും പിന്നെ അടിച്ചമർത്തവന്റെ തലയിൽ കയറിയിട്ടുണ്ട്. അറിയോ? ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയെ 38 വർഷം പിടിച്ച് ജയിലിലിട്ട് വെള്ളക്കാരൻ അപ്പാർത്തീഡിന്റെ പേരിൽ അധികാരം കൊടുക്കാതെ.
അവസാനം വെള്ളക്കാരന്റെ തലയ്ക്ക് മുകളിൽ നെൽസൺ മണ്ടേലയെ നൂറ്റാണ്ടിൽ കയർത്തിയിരുത്തി ഇരുത്തിയില്ലേ? അമേരിക്കയിൽ കറുത്ത വർഗക്കാരനെ അടിച്ചമർത്തിയിരുന്നു. എബ്രഹാം ലിങ്കണെ അല്ലാഹു തആല അവരുടെ തലയ്ക്ക് മുകളിൽ കയറ്റിയിരുത്തി അല്ലേ? അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആഫ്രിക്കൻ ജനതകളെ അടിച്ചമർത്തിയിരുന്നു. ഇന്ന് അവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ അടിച്ചമർത്തുന്നുണ്ട്. അമേരിക്ക അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ കറുത്ത വർഗക്കാർ ഇവിടുത്തെ സവർണൻ അടിച്ചമർത്തിയിരുന്നു. പക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ന് അവർണനാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അവർണനാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് അധികാരം കൊടുക്കുമെന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരമായ നടപടിക്രമമാണ്. നുരീദു എന്ന് പറഞ്ഞാൽ അത് മുബാരിയായ ഫീല, അതിങ്ങനെ തുടരുന്ന പരിപാടിയാണ്. ആരെ അടിച്ചമർത്തിയോ അവരെ തലയ്ക്ക് മുകളിൽ വരും. ഇപ്പോൾ ദളിതന്മാർ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നു, ബ്രാഹ്മണന്മാരെ തള്ളി. കാരണം അടിച്ചമർത്തിയവർപ്പെട്ടവർ അവരായിരുന്നു. ഇന്നിവരെല്ലാം കൂടി ചേർന്ന് അടിച്ചമർത്തുന്നത് മുസ്ലിങ്ങളെയാണ്. എന്താ അതിന്റെ അർത്ഥം? അടുത്ത അധികാരം മുസൽമാനാണ് ഇന്ത്യയിൽ. സംശയമില്ല. 35 കോടി മുസ്ലിം ഉണ്ട്, ഒന്നും രണ്ടോന്നുമല്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ കൂടി എടുത്താൽ ഹിന്ദുക്കളെക്കാൾ ഭൂരിപക്ഷം കൂടാ, കുറവൊന്നുമല്ല. പക്ഷെ അത് വേണ്ട. ഇന്ത്യ രാജ്യത്തെ ഈ സവർണന്മാരായ അടിച്ചമർത്തലുകാർ, പേരുകൊണ്ട് സവർണല്ലെങ്കിലും സവർണ മാനസന്മാർ എന്ന് പറഞ്ഞാൽ മതി. സവർണന്റെ വിടുപണിക്കാരാണ് ഈ അവർണന്മാർ, അധികാരത്തിലിരിക്കുന്നവർ. സവർണ രാജ്യം പണിയാൻ വേണ്ടി സവർണന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിടുപണിക്കാരാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഫിർഔന്. അതാരാന്നറിയോ? അതിന്റെ തുടർച്ചയിൽ അല്ലാഹു പറയാ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം. ഇന്ന ഖാറൂന എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു ഫിർഔന്. അവൻ കാന മിൻ ഖൗമി മൂസ, അവൻ മൂസയുടെ ആളായിരുന്നു, ജനതയിൽപ്പെട്ട ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അധകൃതനായിരുന്നു, ദളിതനായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ തിരിച്ച പ്രധാനമന്ത്രി തന്നെയാണത്, ദളിതന്റെ പ്രതിനിധിയാണ് അല്ലേ? പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫബഗാ അലൈഹിം, അവർക്കെതിരിൽ സവർണന് വേണ്ടിയിട്ട് അവൻ വിടുപണി ചെയ്തു, ഖിബ്തിക്ക് വേണ്ടി. അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ജനത ഇന്ത്യയിൽ പരീക്ഷണം, എല്ലാ പരീക്ഷണത്തിലും അതാത് രാജ്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്താണ് യൂറോപ്പിന്റെ നെഞ്ചകത്ത് ബോസ്നിയ, സെർബിയൻ ക്രിസ്ത്യാനികൾ, ക്രോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെർബിയൻ ക്രൈസ്തവ ഭീകരന്മാർ അവരെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വംശഹത്യക്ക് വിധേയമാക്കി. 3 ലക്ഷം ആളുകളെ. സ്ലോബോദൻ മിലോസെവിച്ച് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുക. ആ ഒരാളെ ജയിലിലിടുക എന്നുള്ളതല്ലാതെ ഐക്യരാഷ്ട്രസഭയൊന്നും അവർക്ക് ഇതിലൊന്നും ചെയ്തിട്ടില്ല. ആ ജനങ്ങൾ ആ യൂറോപ്യൻ മണ്ണിൽ അള്ളാഹുവിനെ അറിയാതെ അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിച്ചു. ഏതുവരെ? അവരുടെ വളരെ ദാർശനികനായ പ്രസിഡന്റ് അലിജ ഇസ്സത്ത് ബെഗോവിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ബോസ്നിയൻ ജനത അത്രമാത്രം അള്ളാഹുവിൽ നകന്നു പോയിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ ഈ പീഡനങ്ങളുടെ നാളുകളിൽ അവരുടെ ഇടയിലേക്ക് ഞാൻ കയറി ചെന്ന് പട്ടാളത്തലവനായ ഞാൻ അവരോട് സലാം പറഞ്ഞപ്പോൾ അവർ സലാം മടക്കിയത് കേട്ടെന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഒരു പട്ടാളക്കാരനും അതിനു മുമ്പ് സലാം മടക്കിയിട്ടില്ല. സലാം പറഞ്ഞാൽ മടക്കാൻ പോലും അറിയാതിരുന്ന ഒരു ജനതയായി ആ ജനത തകർന്നുപോയി. പടച്ചവന്റെ പരീക്ഷണം വന്നു. ഇന്ന് ബോസ്നിയൻ മുസ്ലിമീങ്ങൾ അൽഹംദുലില്ലാ അള്ളാഹുവിലേക്ക് മടങ്ങി സന്തോഷത്തോടെ ജീവിക്കുക. ഏത് സമൂഹത്തിനും പ്രതിസന്ധി ഉണ്ട്, അത് അള്ളാഹുവിന്റെ സഹായത്തിന് മുന്നോടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമാറാകണം. അള്ളാഹു നമ്മെ അറിവ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.